നമസ്കാരം. പി ശശിക്കെതിരെ പരാതിയുമില്ല, പരിശോധനയുമില്ല. പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ശരിയോ എന്ന് പാർട്ടി പരിശോധിക്കേണ്ടതില്ല, അത് സർക്കാർ ഭരണപരമായി പരിശോധിക്കും. PV അൻവർ തുറന്നുവിട്ട ഭൂതത്തെ കുപ്പിയിലടച്ചിരിക്കുകയാണ് CPM. പി ശശിക്കും സർക്കാരിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക വഴി PV അൻവറിനെ കൈവിട്ടിരിക്കുകയാണ് CPM. അൻവർ പരസ്യമായി ആരോപണം ഉന്നയിച്ചത് തെറ്റാണ് എന്നുകൂടി പറഞ്ഞു വെച്ചു പാർട്ടി സെക്രട്ടറി. ഇതോടെ CPM-ൽ അൻവറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന കൊട്ടാര വിപ്ലവം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി ഒടുങ്ങും. ADGP MR അജിത് കുമാറിനെ ഉപയോഗിച്ച് RSS-മായി ഡീലുണ്ടാക്കിയെന്ന ആരോപണത്തെ അസംബന്ധമെന്ന് തള്ളുന്നു MV ഗോവിന്ദൻ. മുഖ്യമന്ത്രി ഇനി പൂരം കലക്കി വിജയൻ എന്നറിയപ്പെടുമെന്നാണ് VD സതീശന്റെ ഇന്നത്തെ പഞ്ച് ലൈൻ. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. അൻവറിനെ പാർട്ടിയും തള്ളിയോ? പി ശശിക്ക് CPM-ന്റെ പൂർണ്ണ പിന്തുണയോ? ആഭ്യന്തര ഭരണം CPM പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ്? RSS ഡീൽ അസംബന്ധമോ? ഈ ചർച്ചയിൽ CPM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ്, മുസ്ലിം ലീഗ് നേതാവ് ശ്രീ ഷാഫി ചാലിയം, BJP നേതാവ് ശ്രീ ശങ്കുട്ടി ദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ എന്നിവർ. ആദ്യം ശ്രീ റെജി ലൂക്കോസ്, എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും? ഇപ്പോ എന്തായി അൻവറിന്റെ കാര്യം? പി ശശിയുടെ ഒരു രോമത്തിൽ തൊടാൻ കഴിയുമോ PV അൻവറിന്? അഭിലാഷേ, അത്രയ്ക്ക് വാചാലായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം ബഹുമാനപ്പെട്ട PV അൻവർ MLA-യുടെ പരാതി പ്രകാരമാണല്ലോ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസ്, പത്തനംതിട്ട SP ആയിരുന്നു, നേരത്തെ മലപ്പുറം SP ആയിരുന്നു. ഒരു ചെറുമീനല്ലേ സാർ? എന്റെ ചോദ്യം, പി ശശിയുടെ ഒരു രോമത്തിൽ തൊടാൻ കഴിയുമോ PV അൻവറിന്? പറ്റില്ല. അല്ലല്ല, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. പി ശശിയുടെ രോമത്തിൽ തൊടാൻ പറ്റുമെന്നുള്ളതല്ലോ ഇപ്പൊ നമ്മുടെ ആദ്യത്തെ വിഷയം. അൻവറിനെ മൂലക്കിരുത്തി എന്നുള്ളതല്ലേ ഇൻട്രോയില് അഭിലാഷ് പറഞ്ഞത്. അൻവർ എന്ന് പറയുന്ന MLA ആരും മൂലക്കിരുത്തിയിട്ടില്ല. അദ്ദേഹം CPM മെമ്പറല്ല, അദ്ദേഹം CPM-ന്റെ സഹയാത്രികനാണ്. കഴിഞ്ഞ ചർച്ചകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഇവിടെ പ്രശ്നം എന്താണ്? ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷിയുടെ പറഞ്ഞ പത്രസമ്മേളനം അഭിലാഷ് കേട്ട് കാണാതിരിക്കുന്നത്, കേട്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? PV അൻവർ MLA പി ശശിയെ കുറിച്ചൊരു പരാതി എഴുതി നൽകിയിട്ടില്ല. അതേ എഴുതി എന്താണ് അദ്ദേഹം എഴുതി കൊടുക്കാത്തത്? മാധ്യമങ്ങളുടെ മുമ്പിൽ എന്തൊക്കെയായിരുന്നു ബഹളം? അതെന്തേ AKG സെന്ററിന്റെ പടി കയറിയപ്പോ PV അൻവറിന്റെ മുട്ട് വരച്ചോ? ഒരു പരാതി എഴുതി കൊടുക്കാൻ കടലാസില്ലായിരുന്നോ? എന്ത് പറ്റി? താങ്കൾ PV അൻവറിനെ ഇത്ര ദിവസം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അല്ലാതെ PV അൻവർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് പി ശശിയെ പുറത്താക്കണം എന്നുള്ള എന്റെ ഒരു അജണ്ടയല്ല. എന്നെ സംബന്ധിച്ചോളം, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അനീതി കാണിച്ച, അക്രമം കാണിച്ച, ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ADGP-ക്കും IPS ഉദ്യോഗസ്ഥനായിരിക്കുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരെയാണ് അദ്ദേഹത്തിന് പറയുന്നത്. അത് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്? അല്ല, എന്നിട്ടോ ADGP-യെ കുറിച്ച് പറയാത്തത് എന്താണ് ബാക്കി? ADGP ക്രിമിനലാണ്, ദാവൂദ് ഇബ്രാഹിമിന്റെ ശിഷ്യനാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ്, സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആളാണ്, കൊല്ലിച്ച ആളാണ്. ഇപ്പോഴും ഈ നിമിഷവും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷവും ശ്രീ റെജി ലൂക്കോസ്, സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള അഡീഷണൽ DGP-യുടെ പേര് MR അജിത് കുമാർ എന്ന് തന്നെയാണ്. ഒരു മാറ്റവുമില്ല. അല്ല, നിങ്ങൾ മാധ്യമങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 3 ദിവസം മുമ്പ് കോട്ടയത്ത് അദ്ദേഹത്തിന്റെ എക്സ്പ്ലനേഷൻ, വിശദീകരണം പോലീസുകാരുടെ അസോസിയേഷൻ മുമ്പിൽ തന്നെ പറഞ്ഞത് എന്താ? സമൂഹത്തിൽ ചിലർക്കെതിരെ ദുരൂഹമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ. ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥർ അതിനെക്കുറിച്ച് അന്വേഷിക്കും. അന്ന് തന്നെ അതിന്റെ ഉത്തരവും പുറപ്പെടുവിച്ചു. പക്ഷെ നിങ്ങൾ അന്നേരം പോലെ ബ്രേക്ക് കൊടുത്തത് എന്താ നിങ്ങൾ കൊടുത്തത്? സുജിത് ദാസിനെ സസ്പെൻഷനിലേക്ക്, അതുപോലെ തന്നെ MR അജിത് കുമാറിനെ മാറ്റി നിർത്തുക എന്ന് നിങ്ങൾ കൊടുത്തില്ല. നിങ്ങൾ എന്ത് ആധികാരികതയെ പുറത്താണ് അന്ന് അങ്ങനെ ആ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത്? മണിക്കൂറോളം നിങ്ങൾ ശരിക്കും എളിപ്പരായിട്ടില്ലേ? ഒരു സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാകാതിരിക്കും. സംസ്ഥാനത്തെ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ അഭിപ്രായം അതാണ്. പക്ഷേ ഇതിനെല്ലാം മുകളിൽ സർവ്വസംഹാര ശക്തിയുള്ള അധികാര കേന്ദ്രം ഇരിക്കല്ലേ സാർ? പ്രൊട്ടക്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആരെയും പ്രൊട്ടക്ട് ചെയ്യും. അതിലിപ്പോ ബാക്കിയുള്ള ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ ഇളിഭ്യരായി. എങ്ങനെ ഇളിഭ്യരാകാതിരിക്കും? ഇതല്ലേ കേരളത്തിലെ അവസ്ഥ? അല്ല, കേരളത്തിലെ ജനങ്ങളെ ഇളിഫിലാക്കാൻ നിങ്ങൾ 2021 മുമ്പ് നിങ്ങൾ എത്രയോ കഠിനമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ ഇളിഫിലാക്കിയിട്ടുണ്ട്. വിവേകശാലികളും ബുദ്ധിശാലികളുമായ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെയൊന്നും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കണം. അവരാരും മണ്ണപ്പാനത്തുമല്ല. നിങ്ങൾക്ക് ഈ പി ശശിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ രക്തം എടുക്കുന്നത് നിങ്ങൾക്ക് എന്താ എത്ര നിർബന്ധം? അദ്ദേഹത്തിനെ കുറിച്ച് പരാതി എഴുതി കൊടുത്താൽ അന്നേരം പരിഗണിക്കുമെന്നുള്ള അൻവർ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് ഒരു വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ പറഞ്ഞു? നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകളാണല്ലോ, പി ശശിയും അത് തന്നെയല്ലേ കഴിക്കുന്നത്? ഇതൊന്നും അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അല്ലാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ ആളാണ് CPM MLA PV അൻവർ. എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം വേണമെങ്കിൽ ഞാൻ വെർബാറ്റിം വായിച്ചു തരാം. വേണ്ടല്ലോ, ശ്രീ റെജി ലൂക്കോസ് കേട്ടതാണല്ലോ. അപ്പോ പരസ്യമായി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താണ് CPM MLA എഴുതി കൊടുക്കാതിരുന്നത്? എഴുതി കൊടുക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പരിശോധിക്കാത്തത് എന്ന് പാർട്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ കൃത്യമല്ലേ? കാരണം ഇതൊരു നടപടിക്രമങ്ങളല്ലേ? ഏതെങ്കിലും വഴിയെ പോകുന്ന എന്തെങ്കിലും സംഭവവാസങ്ങൾ ചെണ്ട കൊട്ടി പാർട്ടി നടപടി സ്വീകരിക്കുന്നതാണോ?
ഇത് അല്ല, ഈ വഴിയെ പോകുന്ന ഉത്തരവാദിത്വം കാര്യമൊക്കെ പിന്നെ ചെണ്ട കൊട്ടി എന്തിനാണ് നാട്ടുകാരെ അറിയിച്ചത് പി.വി. അൻവർ? അല്ല, പി.വി. അൻവർ പറഞ്ഞ പരാതികൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തു. അദ്ദേഹം പിന്നെ ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്തതനുസരിച്ചുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു. പരിശോധിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞു. അങ്ങനെ പരിശോധിക്കുന്ന നടപടി എടുക്കാൻ തട്ടടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം പരിശോധനയൊന്നും ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞില്ല. ഭരണപരമായ പരിശോധന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, അതല്ലാതെ CPM പരിശോധിക്കില്ല. എന്തൊക്കെയായിരുന്നു ശ്രീ റെജി ലൂക്കോസ് നോക്കൂ. ഇപ്പോ അദ്ദേഹം ഇരട്ടച്ചങ്കനെ കാണാൻ ആദ്യം വരുന്നു. അപ്പോ അതോടുകൂടി ആ മീറ്റിംഗോടുകൂടി അങ്ങോട്ട് പോയ ശൗര്യം ഇങ്ങോട്ടില്ല. അതിനുശേഷം പാർട്ടി സെക്രട്ടറിയെ കാണാൻ പോകുന്നു. അപ്പോൾ പാർട്ടി അണികളെല്ലാം നിങ്ങളുടെ കടന്നലുകളല്ല ഇപ്പൊ പാർട്ടി ഇപ്പൊ അല്ല ശരിയാക്കി, പാർട്ടി ഇപ്പോ ശരിയാക്കി കാണിച്ചു തരും എന്ന് പറയുന്നു. ഇന്നിപ്പോ പാർട്ടി സെക്രട്ടറിയും പറയുന്നു ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു കാര്യവും പരിശോധിക്കുന്നില്ല, ഒരു കാര്യവും ഞങ്ങൾ അന്വേഷിക്കുന്നുമില്ല. അതൊക്കെ ഭരണപരമായി പോലീസിന്റെ കാര്യം ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചോളെന്ന് പറഞ്ഞു. കഴിഞ്ഞു, ക്ലോസ് ചെയ്തു. അതെങ്ങനെ അഭിലാഷ് അങ്ങനെ പറയുന്നത്? സംസ്ഥാനത്തെ CPM പാർട്ടി സെക്രട്ടറിക്ക് ഭരണപരമായിട്ടുള്ള അധികാരമുണ്ടോ? അഭിലാഷ് എന്തൊക്കെയാ അയ്യോ, ഭരണപരമായ അധികാരമുണ്ടോന്നല്ല, പാർട്ടിപരമായ അധികാരമുണ്ടല്ലോ, സംഘടനാപരമായ അധികാരമുണ്ടല്ലോ. സംഘടന നിയോഗിച്ച ആളല്ലേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആളെ കെട്ടിയിറക്കലല്ലോ, പാർട്ടിയാണ് നിയോഗിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട്. അവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ പരിശോധിക്കാനുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ആഭ്യന്തര വകുപ്പിന്റെ ഭരണം ശരിയാണോ എന്ന് സംഘടനാപരമായി പരിശോധിക്കാൻ പറ്റാത്ത പാർട്ടിയാണോ CPM? ഇതുവരെ ഭരണപരമായ ഒരു കാര്യത്തിലും സംഘടനാപരമായ ഇടപെടൽ നടത്തിയിട്ടില്ലേ, പരിശോധിച്ചിട്ടില്ലേ, വിലയിരുത്തിയിട്ടില്ലേ? അതോ ആ ശേഷിയൊക്കെ CPM-ന് കൈമോശം വന്നോ? അല്ല, ഒരു അല്പസമയം ഞാൻ മറുപടി പറയട്ടെ. ഞാൻ ചോദിട്ടെ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഉസ്താദുക്കളല്ലേ നിങ്ങൾ കേരളത്തിലെ CPM വിരോധികളായ മാധ്യമങ്ങൾ? നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. CPM-ന്റെ MLA പി.വി. അൻവർ അല്ലേ പറയുന്നത് ഇൻവെസ്റ്റിഗേഷനും ജേർണലിസ്റ്റും ഒക്കെ വിട്ടേക്കൂ, ഒരു ജേർണലിസ്റ്റ് ഒന്നും പറഞ്ഞില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ലെന്ന് കൂട്ടിക്കോ. പറഞ്ഞല്ലോ പി.വി. അൻവർ പറഞ്ഞ കാര്യത്തിൽ എന്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞില്ലേ? ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞില്ലേ? നിങ്ങളുടെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തന്ന പരാതിയിൽ അങ്ങനെ ഒരു ആരോപണം ഇല്ല, പരാതി ഇനി തരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ആലോചിക്കാന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ അല്ലേ? നാളെ ഇതാ അൻവറിന്റെ പത്രസമ്മേളനം ഞാൻ തുടക്കത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം നാളെ എന്തോ പരാതി കൊടുക്കാൻ പോകാന്ന് പറഞ്ഞ്, പരാതി വരട്ടെ. പരാതി ഇല്ലാണ്ട് അന്തരീക്ഷത്തിൽ നിന്നൊരു എന്താ പറയാ, ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ അഭിലാഷിന്റെ പേര് പരാതി ചെയ്താണ്ട് മാതൃഭൂമിക്ക് നടപടി സ്വീകരിക്കാൻ പറ്റും? എന്റെ ഒറ്റ ചോദ്യം. അല്ല, പി ശശിക്കെതിരെ എന്നുള്ള കാര്യം പോട്ടെ, ആഭ്യന്തര വകുപ്പിനെതിരെയും ഇനി പരാതി കൊടുക്കാതിരുന്നിട്ടുണ്ടാവുമോ അൻവർ? ആഭ്യന്തര വകുപ്പിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതും ഇത്ര ഗുരുതരമായ സ്വർണ്ണക്കടത്ത്, കൊലപാതകം തുടങ്ങി ലോകത്തില്ലാത്ത ആരോപണങ്ങളൊന്നുമില്ല. അത് ഉന്നയിച്ചാൽ രാഷ്ട്രീയമായി ശരി, അങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ഭരണം കുത്തൊഴിഞ്ഞോ? നോക്കൂ, RSS-ഉമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ADGP എന്ന് അൻവർ തന്നെ ഫേസ്ബുക്കിൽ ആരോപിച്ചിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ ശത്രുക്കളുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അദ്ദേഹം വേറെ നാഗ്പൂരിലെ ഓർഡറാണോ അതോ പിണറായി വിജയന്റെ ഓർഡറാണോ സ്വീകരിക്കുന്നത്? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒന്നും CPM-നില്ല. അതൊന്നും പരിശോധിക്കണ്ട, ആലോചിക്കണ്ട, അന്വേഷിക്കണ്ട. അല്ല അഭിലാഷ്, നിങ്ങൾക്ക് പ്രിയപുത്രനായി അൻവർ എന്നാ മാറിയത് പി.വി. അൻവർ MLA. എനിക്ക് പ്രിയപുത്രനൊന്നുമല്ല. അങ്ങനെയൊക്കെ കയറി ചാടി പറയാതെ അദ്ദേഹത്തിനെ നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വേട്ടയാടിയിരിക്കുന്നു, ഏതെല്ലാം രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പാർക്കിനെ സംബന്ധിച്ച് വേട്ടയാടിയിരിക്കുന്നു. കോഴിക്കോട് ക്ഷമിക്കണം, മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ക്ഷണിച്ചില്ല, ഒന്ന് വന്ന് കാണൂ. ആരെങ്കിലും പോയ വസ്തുത തിരിച്ചറിയാനുണ്ട്? എന്നാ ഞാനൊക്കെ അന്വേഷിച്ച ഒരാളാ, അന്നും ചർച്ചയിലുണ്ട് അഭിലാഷോടൊപ്പം ഞാൻ. നിങ്ങൾ ആരെങ്കിലും ഒരു കരുണ അദ്ദേഹത്തിനോട് കാണിച്ചോ? അദ്ദേഹത്തിന് വേട്ടയാടുകയല്ലേ ചെയ്തേ? ഇപ്പൊ നിങ്ങൾ അദ്ദേഹം നിങ്ങളുടെ പ്രിയപുത്രനായിരിക്കുന്നു. അല്ല, അദ്ദേഹം പ്രിയപുത്രനായതല്ല, ഒരു CPM MLA, ഭരണകക്ഷി MLA കുറെ കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയുന്നത് ആരെന്നുള്ളത് വിട്ടേക്കു. പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പരിശോധനയുണ്ടോ, അന്വേഷണമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ല, ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യത്തിനകത്ത് നേരത്തെ ഒരു മനോജ് ചോദിച്ചതില്ല, ആഭ്യന്തര വകുപ്പിനെതിരെ പി.വി. അൻവർ പരാതി കൊടുത്തില്ലെന്ന്. ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു പരാതി കൊടുത്തായിട്ടൊന്ന് അഭിലാഷം തെളിയിക്കോ? ബാത്റൂമിൽ ഒന്ന് ബ്രേക്ക് ചെയ്യോ? അതിന്റെ പരാതി കൊടുത്തില്ലേ? ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്തി ഘോരഘോരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം പരാതി അതേക്കുറിച്ചും കൊടുത്തിട്ടില്ല. അല്ല സാർ, അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നത് രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചുള്ള, ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക. രണ്ട് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത്, ഒന്ന് ADGP MR അജിത് കുമാർ, ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള കഴിഞ്ഞ 3 കൊല്ലമായി സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ നെടുംതൂണായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയുടെ വലങ്കൈയായ എല്ലാ കാര്യങ്ങളുടെയും സർവശക്തനായ സർവാധികാരിയായ ആളാണ്. വെറുതെ ഏതോ ഒരു പോലീസുകാരനല്ല, കാക്കിയിട്ട ഏതോ ആളല്ല. അല്ല, നിങ്ങൾ ഇതിനെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനേക്കാൾ അധികാരി MR അജിത് കുമാർ എന്നൊക്കെ നിങ്ങൾ ഇതും ഞാൻ ചോദിക്കട്ടെ, മൂക്കിന് താഴെ ഒരു വീട് പണിതിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കെട്ടിടം പണിതിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അവസാനം അൻവർ പറഞ്ഞിട്ടില്ല പോയപ്പോ എന്താ 2004 അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവോ സംഭാവന ചെയ്ത പൈസ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതേ കാണാൻ തന്നെ എന്താ നിങ്ങൾ 1 കോടി രൂപയൊക്കെ വിലയിട്ടില്ലേ? അപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന ആ സമയത്ത് എന്തെങ്കിലും ബ്രേക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഇച്ഛാഭാവമാണ് ഈ പ്രശ്നങ്ങളെല്ലാം. ഇവിടെ നിങ്ങൾ ഗോവിന്ദ മാഷ പിണറായി വിജയൻ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചില്ലേ?
ഇന്ന് ഗോവിന്ദ മാഷ വായിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടിയോ? എത്ര കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഞങ്ങൾ എന്തിനാണ് ഗോവിന്ദ മാസ്റ്ററെയും പിണറായി വിജയനെയും തമ്മിൽ തല്ലിക്കുന്നത്? ഇപ്പോ PV അൻവർ പറഞ്ഞ കാര്യം പൊതുസമൂഹത്തോടാണ്. പൊതുസമൂഹം എന്ന് പറയുമ്പോൾ ഞാനും താങ്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന പൊതുസമൂഹമാണ്. പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെ കുറിച്ചാണ്, പോലീസിനെ കുറിച്ചാണ്, ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അപ്പൊ അതേക്കുറിച്ച് രാഷ്ട്രീയമായി CPM പരിശോധന നടത്തുമോ ഇല്ലയോ? അതാണ് CPM-നോടുള്ള ചോദ്യം. അതാണ് MV ഗോവിന്ദ മാസ്റ്ററോട് ചോദിച്ചിട്ടുള്ളത്. ഇല്ല എന്നാണ് ഉത്തരം. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ റെജി ലൂക്കോസ്, അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് ഭരണപരമായിട്ടുള്ള നടപടികൾ നമ്മൾ സർക്കാർ ചെയ്യും. അത് കൃത്യം തന്നെ പ്രീമാ ഫേസിൽ അന്വേഷണത്തിൽ അതിനകത്ത് ശരിയെന്ന് കണ്ടതുകൊണ്ട്, ആ ആരോപണങ്ങൾ ശരിയെന്ന് ബോധ്യമായതുകൊണ്ട് ഒരു IPS ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഓർഡർ കൊടുത്തു. ഇന്നലെ രാത്രി 9 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ് അച്ചട്ടാ ചെയ്തു. മറ്റൊരു IPS ഉദ്യോഗസ്ഥന്റെ പേരിൽ അന്വേഷണം നടക്കുന്നു. തൃശൂർ DGP അദ്ദേഹം തൃശൂർ IG മേഖല IG നാളെ അൻവറിന്റെ മൊഴിയെടുക്കും. അതനുസരിച്ചുള്ള നീക്കങ്ങൾ അവിടെ നടക്കും. ഗോവിന്ദ മാഷോട് നിങ്ങൾ ചോദിച്ചത് എന്താ? P ശശിക്കെതിരെ എന്താ നടപടി സ്വീകരിക്കാത്തത്? അപ്പൊ അദ്ദേഹം വളരെ പച്ച മലയാളത്തിൽ, മലയാള ഭാഷ അറിയാവുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു, PV അൻവർ എനിക്ക് തന്ന പരാതിയിൽ P ശശിയെ കുറിച്ച് പരാതിയില്ല. ആ പരാതി ഇല്ല എന്നുള്ളവര് PV അൻവറും ഇന്നലെ ഓൺ ചെയ്ത പിന്നെ നിങ്ങൾക്ക് തന്നെ എത്ര തിരക്ക് P ശശി? PV അൻവറിന് P ശശിയെ കുറിച്ച് പരാതി ഇല്ലാത്തത് കൊണ്ട് CPM ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പരിശോധനയും നടത്തുന്നില്ല. ഓക്കെ, ശരി, താങ്കൾ പറഞ്ഞതിനെ ഞാൻ അംഗീകരിക്കണമല്ലോ. ശ്രീ ഷാഫി ചാലിയം, ഇതാണ് PV അൻവർ ഉയർത്തിയ കൊടുങ്കാറ്റിന്റെ ഫലശ്രുതി. അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം മര്യാദരാമനായി, പിന്നെ പാർട്ടി സെക്രട്ടറിയെ കണ്ടു, ഇന്നിപ്പോ പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയേറ്റ് ഇക്കാര്യമൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അന്വേഷണം സർക്കാർ നടത്തുന്നുണ്ട് ഭരണപരമായി, ഞങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് ഖണ്ഡിതമായി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതോടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രിയെ കണ്ടു ശേഷം വാർത്താ സമ്മേളനം നടത്തിയ മിസ്റ്റർ അൻവറിനോട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ് ഞങ്ങൾക്ക് തരുമോ എന്ന് ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിച്ചില്ല. കാരണം ഈ മുഖ്യമന്ത്രിക്ക് നൽകി അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക് നൽകി എന്ന് പറയുന്ന പരാതിയുടെ ഒരു പകർപ്പ് അൻവർ ഇവിടെ പുറത്തുവിടണം. ഇതൊരു ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്. ഒരുപക്ഷെ അജിത് കുമാറിൻ്റെ പേര് തന്നെ അതിലുണ്ടോ എന്നുള്ള അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ശശി മാത്രമല്ല. കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ ഒരുപാട് ദുരൂഹതകളുടെ ഈ വിഷയത്തിൽ മുന്നണി കൺവീനർ എന്താ പറഞ്ഞത്? ഇതൊക്കെ നേരത്തെ പറയാമായിരുന്നു. അത് നേരത്തെ പറയാതെ പുറത്തു പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പരിചയക്കുറവാണ്. ഇതൊക്കെയാണ് മുന്നണി കൺവീനർ പറയുന്നത്. സത്യത്തിൽ മുന്നണി കൺവീനർ പറയുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇദ്ദേഹം നിയമസഭാ പാർട്ടിയിൽ അംഗമാണ്. ഇനി അതല്ലെങ്കിലും CPM-ൻ്റെ ഒരു MLA എന്നുള്ള നിലക്ക് പാർട്ടി സെക്രട്ടറിയെയും മുന്നണി കൺവീനറെയും മുഖ്യമന്ത്രിയുടെ മുന്നിൽ പറയണം. എന്നിട്ട് ഇതിന് തീർപ്പുണ്ടാക്കണം. അത് പറയാതെ പുറത്തു പറഞ്ഞത് എന്തിനാണ്? പുറത്ത് പറഞ്ഞിട്ട് അകത്ത് വന്ന് പരാതി കൊടുക്കുകയാണ്. അപ്പം ഒരുപാട് ഇരട്ട ലക്ഷ്യങ്ങൾ ഇതിലുണ്ടെന്ന് പലരും സംശയിക്കേണ്ടി വരും. ഞങ്ങൾക്കിപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടുകയോ ഒരു അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കാരണം അപ്പുറത്ത് നടക്കുന്ന വളരെ ഗുരുതര ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണം. ഞാൻ ആ ആരോപണങ്ങളുടെ ഒക്കെ വസ്തുത ഇപ്പോൾ വിധിക്കുന്നില്ല. ഒരുപക്ഷെ വെറും ആരോപണമാകാം, വെറും കള്ളമാകാം. പക്ഷെ ഉന്നയിച്ചിരിക്കുന്നത് ഗുരുതര സ്വഭാവത്തിലുള്ള ആരോപണമാണ്. ഇത് CPM-ലെ ചക്രവർത്തിമാരല്ല. അവർ പരസ്പരം കോംപ്ലിമെന്റ്സ് ആക്കിയാൽ പോരാ. ഇതിന്റെ വസ്തുത എന്താണെന്ന് സമൂഹം അറിയണ്ടേ? അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം. അത് തന്നെയല്ലേ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ 3 വർഷമായി വിളിച്ചു പറയുന്ന കാര്യങ്ങളാണിത്. ഇത് ഒരു ഭരണകക്ഷി MLA പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ വലിയ വിവാദമായി, വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി, ഒരുപാട് അധികാര കേന്ദ്രങ്ങളുടെ ആൻസർ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തി, നടപടി എടുക്കേണ്ട അവസ്ഥയിലെത്തി. ഇന്നിപ്പോൾ സുജിത് ദാസിൻ്റെ നടപടി എങ്ങനെ ഉണ്ടായത്? വളരെ കൃത്യമാണ്. കാരണം നടപടി എടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇദ്ദേഹത്തിനെതിരെ ഞങ്ങൾ ആരോപിച്ച ആരോപണങ്ങൾ മുഴുവനും അൻവർ ഏറ്റെടുക്കാൻ വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അൻവർ ആര് എന്നത്, അൻവറിൻ്റെ ക്രെഡിബിലിറ്റി എന്നതിനേക്കാൾ അപ്പുറം അൻവർ ഓൺ ചെയ്ത വിഷയം അതിശക്തമായി അന്വേഷിക്കപ്പെടണം, പിടിക്കപ്പെടണം. മാത്രമല്ല മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് 3 വർഷക്കാലം സുജിത് ദാസിന്റെ കീഴിൽ നടന്ന ആഭ്യന്തര ഭരണം അത് മുഴുവൻ പുനരന്വേഷിക്കണം. അയാളെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയാൽ പോരാ. ഇന്നിപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അൻവറിൻ്റെ ലൈവ് അവിടെ ഉണ്ട്. അൻവർ എന്താ പറയുന്നത്? ഏറ്റവും പ്രധാനമായി അൻവർ ഉയർത്തിയ ഒരു വിഷയം എടവണ്ണയിലെ ആ കുട്ടിയുടെ
പിന്നെ എടവണ്ണയിൽ നടന്ന റിദാൻ ബാസിലിന്റെ കൊലപാതകമാണ്. അല്ല, അത് കേൾക്കണം. ആ കൊലപാതകം എന്താ ഉത്തരേന്ത്യയിൽ നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകൾക്ക് അതിനേക്കാൾ വലിയ ഭീകരമാണ്. ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് കൊലപാതകയായിട്ട് ആ കുട്ടിയുടെ സ്നേഹിതനെ കൊലപാതകയാക്കി മാറ്റുക, എന്നിട്ടോ ഈ മരണപ്പെട്ട കുട്ടിയുടെ ഭാര്യക്കും ഈ സ്നേഹിതനും തമ്മിൽ ബന്ധമുണ്ടെന്ന് വരുത്തുക. ആ ഭാര്യയെ, ആ ഭർത്താവ് മരിച്ച് കൊല്ലപ്പെട്ട് കഴിയുന്ന ആ വിധവയായ ആ കുട്ടിയെ നിർബന്ധപൂർവം SP എന്ത് ചെയ്യാണ്? സമ്മർദ്ദിതാക്കാണ്. എനിക്ക് എന്തുണ്ട് ലൈംഗിക ബന്ധം ഈ ചങ്ങായിനോട് തുറന്ന് സമ്മതിക്കണം എന്ന് പറഞ്ഞ് എന്തായിരിക്കും ആ പെൺകുട്ടിയുടെ ആ ഒരു ഒരു അവസ്ഥ? ഈ പോലീസിൽ ഇത്തരം തമ്മാടിക്കുറ്റങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ കുട്ടികളെ 3 കൊല്ലമായി MSFന്റെ എത്ര കുട്ടികളെ ജയിലിലാക്കിയാണ് ഇയാൾ നിസ്സാര കാര്യത്തിൽ. അബ്ദുൽ സമദ് സമദാനി സാഹിബിന്റെ പേഴ്സണൽ സ്റ്റാഫ് പെട്ട ഒരു MSFന്റെ നേതാവുണ്ട്. ഒരു പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തതിന് പേരിൽ അവനെ വീട്ടിൽ കയറി ചെന്നാണ് നഷ്ടപ്പാതിരക്ക്. അത്രമാത്രം വലിയൊരു പോലീസ് ബ്രൂട്ടാലിറ്റി അവിടെ നടന്നത്. ഞങ്ങൾ പറഞ്ഞപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ ആ കാര്യത്തിൽ അൻവർ പറഞ്ഞ വിഷയത്തിൽ അൻവർ മുന്നോട്ട് പറയാൻ വന്നതിലൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഒരു വൈകാരിക പ്രശ്നമാണ്. ഈ ജില്ലയെ കൊടും വർഗീയ ജില്ലയാക്കി മാറ്റാൻ ഇവിടുത്തെ ക്രൈം റേറ്റ് ഇന്ത്യയിലെ സംഭാഷണത്തിൽ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് സുജിത് ദാസ് എന്തായാലും ഇപ്പോ പുറത്താണ്, അല്ലെങ്കിൽ സസ്പെൻഷനിലാണ്. വിശദമായ അന്വേഷണം ആവശ്യമുള്ള നിരവധി വിഷയങ്ങൾ ആ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ട്. അത് വേറൊരു വിഷയം, ഞാൻ അതിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടി ദാസ്, പ്രതിപക്ഷം വളരെ കൃത്യമായി ആരോപിക്കുന്ന ഒരു കാര്യം പോലീസ് തലപ്പത്തെ ADGP MR അജിത് കുമാറും RSSും തമ്മിലുള്ള ബന്ധമാണ്. ഇതുവരെയും ആരും അതിന് മറുപടി പറഞ്ഞില്ല. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ ഡീൽ ഇല്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ കാര്യമില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളാണ് BJP എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നോ ഇല്ലയോ എന്ന് ആരും നിഷേധിക്കുന്നില്ലല്ലോ. ഇന്ന് RSSന്റെ സംസ്ഥാനത്തെ പ്രമുഖനായ നേതാവ് നിഷേധിച്ചു എന്നതിൽ കവിഞ്ഞ് CPMന്റെ ഭാഗത്തു നിന്നോ ADGPയുടെ ഭാഗത്തു നിന്നോ ഇതിന്റെ കുഞ്ചിക സ്ഥാനത്തിരിക്കുന്ന ആരുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ഒരു നിഷേധം വരുന്നില്ല. ADGP MR അജിത് കുമാർ നാഗ്പൂരിൽ നിന്ന് നേരിട്ട് ഓർഡറുകൾ എടുക്കാറുണ്ടോ? വളരെ കൗതുകകരമാണ് അങ്ങയുടെ ചോദ്യം. അങ്ങ് ആദ്യം പറഞ്ഞു ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിട്ട് ആരും ഇതുവരെ നിഷേധിച്ചില്ലല്ലോ. അത് അടുത്ത വാചകത്തിൽ അത് ചേർക്കുന്നു, RSSന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷെ CPM അത്തരം ആളുകളുടെ ഭാഗത്തു നിന്നോ ആണ്, RSSന്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ കണ്ടു പ്രതികരണം. അതിനുത്തരം പറയാൻ അതിനുത്തരം പറയാൻ ഞാൻ അശക്തനാണ്. എന്തുകൊണ്ട് CPM പ്രതികരിക്കുന്നില്ല, MR അജിത് കുമാർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല. പക്ഷെ അൻവറിന്റെ ആരോപണം തെറ്റാണ്, വ്യാജമാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ ദിവസത്തിൽ അൻവറോ ഈ ദത്താത്രേയ ഹൊസബളയോ തമ്മിലൊരു മീറ്റിംഗ്, അജിത് കുമാറും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല എന്ന് സംഘത്തിന്റെ പ്രാന്തസംഘചാലകനായിട്ടുള്ള PN ഈശ്വരൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്പെക്കുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയുക, RSSന്റെ സർസംഘചാലകനെയല്ല, സർക്കാർ വാഹിനിയല്ല, മറ്റേതോ മുതിർന്ന പ്രചാരകനെയാണ് കണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇനി അത് ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അൻവറിന്റെ ആരോപണങ്ങളിൽ പലതും ഗൗരവമായിരിക്കുമ്പോഴും അത് പൂർണ്ണമായി സ്വീകരിക്കാൻ സാധിക്കാത്തതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം അയാൾ ഇത്തരത്തിൽ പല അസംബന്ധങ്ങൾ ഇതിന്റെ കൂടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അൻവറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരാളുടെ ഒരു ആരോപണത്തെ നമ്മൾ ഏറ്റെടുക്കുകയും അതിന്റെ പേരിൽ ഒരു പ്രക്ഷോഭം നടത്തുകയും ചെയ്യണമെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് വിടാം. അൻവർ ഈ പറഞ്ഞ മൊത്തം കാര്യങ്ങളിൽ പൊരുത്തക്കേടുള്ള പ്രഥമ ദൃഷ്ടിയ അസംബന്ധമെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളാണ്. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളാണ് VD സതീശൻ എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? VD സതീശൻ വളരെ സ്പെസിഫിക് ആയി അൻവർ പോയ വാഹനമടക്കം, ഈ ADGP പോയ വാഹനമടക്കം ഹയാത്തിൽ പാർക്ക് ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയി ദത്താത്രേയ ഹൊസബലയെ കണ്ടു, സർക്കാർ വാഹനം കണ്ടു എന്ന് പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ക്രെഡിബിലിറ്റി നമ്മൾ സംശയിക്കണോ? അല്ല, അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റിയെ സംശയിക്കണോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ. അദ്ദേഹം ആ പറഞ്ഞ കാര്യം അസംബന്ധമാണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല എന്ന് RSSന്റെ മുതിർന്ന നേതൃത്വം, പ്രാന്ത നേതൃത്വം തന്നെ വിശദീകരിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നീട് ആ പറയുന്നതിന് ഇനി കൂടുതൽ തെളിവ് കൊണ്ടുവരേണ്ട അദ്ദേഹമാണ്. അതല്ലാതെ ആ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം, നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ചോദ്യം ഇത് RSS അജിത് കുമാർ ബന്ധവുമൊക്കെ ബന്ധപ്പെട്ടതാണ്. അങ്ങനെ ഒരു ബന്ധത്തിന് എന്താണ് ഇവിടെ പ്രസക്തി? ഇവിടെ യഥാർത്ഥത്തിലുള്ള ഇഷ്യൂ എന്താണ്? MR അജിത് കുമാറിന് ഏതൊക്കെ രാഷ്ട്രീയ
പാർട്ടികളായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ എം ആർ അജിത് കുമാറിന് കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. സോളാർ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത് എം ആർ അജിത് കുമാറാണ്. അതിന്റെ ഭാഗമായിട്ട് പരാതിക്കാരിയെ സ്വാധീനിച്ച് കെ സി വേണുഗോപാലിന് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള മൊഴികൾ തിരുത്താൻ ശ്രമിച്ചു എന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ. ഇത് സോളാർ കേസിലെ പരാതിക്കാരി ശരിവെച്ച സാഹചര്യം ഉണ്ടായല്ലോ. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയമല്ല, ഇത് ഉന്നയിക്കപ്പെടുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇന്നത്തെ ഒരു സംഭവത്തിലൂടെ പുറത്തു വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനുള്ളിൽ നടക്കുന്ന ഒരു ആഭ്യന്തര സംഘർഷത്തിൽ സി പി എമ്മിന്റെ എല്ലാ കാലത്തും സി പി എമ്മിന്റെ ചരിത്രപരമായി തന്നെ മുഖ്യമന്ത്രിമാരും പാർട്ടി സെക്രട്ടറിമാരും രണ്ട് തട്ടിലാവാറുണ്ട്. ഇവർ തമ്മിൽ വലിയ സംഘർഷങ്ങളും ഉണ്ടാവാറുണ്ട്. അത് EMS എ കെ ഗോവിന്ദന്റെ കാലഘട്ടം മുതൽ ആരംഭിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VS അച്യുതാനന്ദനും പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഭാവത്തിൽ എത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം മുഖ്യമന്ത്രി പാർട്ടിയിൽ ഒരു സമ്പൂർണ്ണാധിപത്യം സ്ഥാപിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു. പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ വളരെ ലോയൽ ആയിട്ടുള്ള ഒരാളെ മാത്രമായി മാറി നിൽക്കുന്ന ഒരു കാഴ്ച കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിൽ. ഒരുപക്ഷെ MV ഗോവിന്ദൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു പവർ സ്ട്രക്ചറിന് ഒരു മാറ്റം ഉണ്ടാവും. ഒരുപക്ഷെ വളരെ ശക്തനായിട്ടുള്ള ഒരു പാർട്ടി സെക്രട്ടറി വീണ്ടും വരികയാണ് മുഖ്യമന്ത്രി. പക്ഷേ എനിക്ക് അതിൽ ശ്രീ ശങ്കു താങ്കളോട് ചോദിക്കാനുള്ള ചോദ്യം, PV അൻവർ ആരോപിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഒരു ഓൺലൈൻ പോർട്ടലുമായി ബന്ധപ്പെട്ട പരാതി പറയാൻ സുരേഷ് ഗോപിയെ, അന്ന് അദ്ദേഹം MPയോ മന്ത്രിയോ ഒന്നുമല്ല, സുരേഷ് ഗോപിയെ ഒരു കൂട്ടം ആളുകൾ, ഒരു മതസ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകൾ സമീപിക്കുന്നു. സുരേഷ് ഗോപി MR അജിത് കുമാറിനെ വിളിക്കുന്നു. അദ്ദേഹം ഫോൺ സ്പീക്കറിലിട്ടിട്ടാണ് വിളിക്കുന്നത്. സുരേഷ് ഗോപി വിളിക്കുമ്പോൾ ഈ ആൾ അപ്പുറത്ത് നിന്ന് MR അജിത് കുമാർ പറയുകയാണ്, ആ പരാതിയിലൊന്നും കാര്യമില്ല സാറേ, ഇവന്മാരൊക്കെ കമ്മികളായെന്ന്. ആ പറയുന്നത് ഈ പരാതി കൊടുക്കാൻ വന്ന ആളുകൾ, സുരേഷ് ഗോപിയോട് പരാതി പറയാൻ വന്ന ആളുകൾ കേട്ടു എന്നുള്ളതാണ് അൻവറിന്റെ ഒരു ചാർജ്. രണ്ടാമത്തേത് തൃശൂർ പൂരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ പൂരം ദുരൂഹ സാഹചര്യത്തിൽ കലക്കപ്പെടുന്നു. ഒരു IPS ഉദ്യോഗസ്ഥൻ അവിടെ രാവിലെ മുതൽ അഴിഞ്ഞാടുന്നു. അങ്ങനെ തൃശൂർ പൂരത്തിൽ മുമ്പില്ലാത്ത വിധത്തിലുള്ള കുഴപ്പമുണ്ടാകുന്നു. അതിന്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് BJPക്ക് കിട്ടുന്നു. ഇന്ന് അൻവറിനെ വിടൂ. ഇന്ന് VD സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു, മഠത്തിൽ വരവ് മുതൽ അങ്ങോട്ട് ഒരു IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അഴിഞ്ഞാടി പോലീസ്. ആ സമയത്ത് ADGP MR അജിത് കുമാർ തൃശൂരിലുണ്ട്. മണിക്കൂറുകൾ കടന്നുപോയി, ഒരാളും അനങ്ങിയില്ല. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP തൃശൂർ നഗരത്തിൽ ഉണ്ടായിട്ടും ഒന്നും ചെയ്തില്ല. പൂരം കലങ്ങി, അഡ്വാൻറ്റേജ് BJPക്ക് കിട്ടി. BJPയുടെ കുടയുടെ തണലിലാണ് CPM. ഇതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നോക്കൂ, അതിൽ പൂരം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇത്തവണ വളരെ ബോധപൂർവം തൃശ്ശൂർ പൂരം അലങ്കോലമാക്കാനും അതിൻ്റെ എല്ലാ വർഷത്തിലുള്ള വർണ്ണാഭമായിട്ടുള്ള സ്വഭാവത്തിന് കളങ്കം വരുത്താനുമുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള രാഷ്ട്രീയ പരിശ്രമം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മുൻ വർഷങ്ങളിൽ ഒന്നും ഇല്ലാത്തതുപോലെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ക്ഷേത്ര പൂജാരിമാരെ പോലും അകത്തേക്ക് കയറ്റി വിടാതിരിക്കുകയും ആനയ്ക്ക് പനമ്പട്ടയുമായിട്ട് വന്നിട്ടുള്ള പാപ്പാന്മാരെ വരെ അസഭ്യം പറയുകയും ചെയ്യുന്ന രീതിയിൽ അങ്കിത് അശോകൻ എന്ന പേരുള്ള IPS ഉദ്യോഗസ്ഥൻ അവിടെ തൃശ്ശൂർ പൂരത്തിനിടയിൽ കിടന്ന് കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ആരോപണം ഉന്നയിച്ചതും ഈ അങ്കിത് അശോകനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടതും BJP ആണ്. അവിടെ BJPയുമായിട്ടുള്ള എന്തെങ്കിലും അന്തർധാരയുടെ ഭാഗമായിട്ടല്ല, ഇത് CPMന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ്. ശബരിമലയിലെ ആചാരങ്ങൾ അട്ടിമറിക്കാൻ BJPയുമായിട്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ്. ഒരു ഇലക്ഷന്റെ സമയത്ത് തൃശ്ശൂര് അതിശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത ത്രികോണ മത്സരം, വളരെ ടൈറ്റായ ഫൈറ്റ്, ഓരോ വോട്ടും നിർണായകമായ ഫൈറ്റ് തൃശ്ശൂർ നടക്കുമ്പോൾ പൂരം അലങ്കോലപ്പെട്ടാൽ ആർക്കാണ് അതിന്റെ നേട്ടം, ആർക്കാണ് നഷ്ടം? പൂരം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ മാത്രമല്ല, തൃശ്ശൂരിനെ സംബന്ധിച്ച് വൈകാരികമായ ഒരു സംഗതിയാണ്. എല്ലാ തൃശ്ശൂർക്കാരെയും സംബന്ധിച്ച് പൂരത്തിന്റെ ഒരു വൈകാരിക ആവേശം അവരിലുണ്ട്. പൂരം അലങ്കോലമായാൽ നിശ്ചയമായും അതിന്റെ ദോഷഫലം അനുഭവിക്കേണ്ടി വരിക സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ ഇടതുമുന്നണിയാണെന്നുള്ളത് സ്പഷ്ടമായിരിക്കും. അവരെന്തിനാണ് ഇത് കലക്കുന്നതെന്ന്? അതെങ്ങനെയാണ് ഞാൻ അതിന് മറുപടി പറയാൻ സാധിക്കുക? നമുക്കവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താണ്? കേരളം ഭരിക്കുന്നത് CPM ആണ്. മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ്. ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് പോലീസാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്. സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ പറയും പിന്നിൽ, അതായത് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് പൂരം കലക്കി BJPക്ക് കിട്ടിയെന്നുള്ളതാണ് VD സതീശൻ എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ലോജിക്കലാണ് ശ്രീ ശങ്കു, ലോജിക്കലാണ്. ഇങ്ങനെ എന്ത് ലോജിക്കലാണ്? എന്ത് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായാലും അതിൻ്റെ ഗുണഭോക്താവ് ആരായി മാറി എന്നതിനെ നോക്കിയിട്ട് ഇത് നടത്തിയാലും ഇതിൻ്റെ ഗുണഭോക്താവും തമ്മിൽ ഡീൽ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം ഉണ്ടായി, പോലീസ് ലാത്തിചാർജ് നടത്തി, യൂത്ത് കോൺഗ്രസിൻ്റെ കുറേ നേതാക്കന്മാർക്ക് പരിക്കേറ്റു. സ്വാഭാവികമായിട്ട് സമൂഹത്തിൻ്റെ സഹതാപം, പിന്തുണ, അനുതാപം അവർക്ക് കിട്ടും. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് മനഃപൂർവ്വം CPMും ഇപ്പൊ ഇലക്ഷൻ ഏത് സമയത്തും ഉണ്ടാവുന്ന സാഹചര്യമാണല്ലോ. പാലക്കാട്, വയനാട്, ഇനി ആ സംഭവത്തിന് ശേഷം വളരെ ഉണ്ടായിരുന്നില്ല.
ഇലക്ഷന്റെ 11ാം മണിക്കൂറിലാണ് ഈ സംഭവം ഉണ്ടായത്. നോക്കൂ, അല്ല, നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും അവിടെ കോൺഗ്രസിനോട് മാത്രം മത്സരിച്ചിട്ടാണ് BJP ജയിച്ചതെന്ന്. അവിടെ BJP ഏറ്റവും പ്രധാനമായിട്ട് മത്സരിച്ചത് CPIയുടെ VS സുനിൽകുമാറുമായി ബന്ധപ്പെട്ടിട്ടാണ്. VS സുനിൽകുമാറാണ് 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ആള്. അങ്ങനെ ഞങ്ങൾ മത്സരം കാഴ്ചവെക്കുന്ന സമയത്ത് എന്തിനാണ് CPM ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി പൂരം അലങ്കോലപ്പെടുത്തുന്നത്? അതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ ഒന്നും അല്ല. അത് ഇവിടുത്തെ പോലീസിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ ഭാഗമായി നടന്നതാണ്. ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പേടിന്റെ ഭാഗമാണ്. സർക്കാർ പിന്തുടർന്ന് വന്നിരുന്ന ഒരു നയത്തിന്റെ തുടർച്ചയിലാണ് അത് സംഭവിച്ചത്. അത് തൃശ്ശൂരിൽ മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ ധാരാളം ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് ADGP അജിത് കുമാർ അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കൂടുതൽ ഗൗരവം ഉണ്ടാക്കുന്ന സംഭവം. ഇതേപോലെ തന്നെ CPMന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ലേ? CPIയുടെ നേതാവല്ലേ മന്ത്രിസഭയിലെ 2ാം സ്ഥാനത്തുള്ള ആള്, റവന്യൂ മന്ത്രി, അദ്ദേഹം അന്ന് ജില്ലയിൽ ഉണ്ടായിരുന്നില്ലേ? ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള VS സുനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല ഇത് തനിക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു. അപ്പൊ ഇവരാരും ഇതിനെ ഇത്ര ഗൗരവമായി കണ്ടില്ല. അതല്ലെങ്കിൽ ഈ പൂരം അലങ്കോലപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു തിരിച്ചടി ഇവർ ഒരിക്കലും ഭയന്നിട്ടില്ല. അങ്ങനെ സംഘടിക്കാനും മറുപടി പറയാനും ശേഷിയുള്ള ഒരു വിഭാഗമായിട്ട് ഈ പൂരാസ്വാദകരായിട്ടുള്ള ആൾക്കാർ ഇവർ കണക്കാക്കിയിട്ടില്ല. ഇവരുടെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെ മുഴുവൻ അന്തരീക്ഷത്തിൽ ഒരുപാട് ആരോപണങ്ങളാണ്. ഇതിന്റെ ഒന്ന് വസ്തുത നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. ഇത് CPMന്റെ സമ്മേളന കാലത്തെ ആഭ്യന്തര രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളായി കാണേണ്ട വിഷയമാണോ? വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ചു ഭരണകക്ഷി MLA. അതിൽ പറഞ്ഞിരിക്കുന്ന എത്ര കാര്യങ്ങൾ ശരി, എത്ര കാര്യങ്ങൾ തെറ്റ് എന്ന വിശകലനത്തിനപ്പുറത്ത് ഒരു പോർമുഖം തുറക്കുകയാണ് അവിടെ PV അൻവർ ചെയ്തത്. അതിനെ പാർട്ടി തന്നെ പ്രതിരോധിക്കുകയാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ അൻവർ അങ്ങനെയല്ല പറയേണ്ടത് എന്നുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് കേവല രാഷ്ട്രീയ പ്രശ്നത്തിന് അപ്പുറത്തുള്ള മാനങ്ങളുള്ള വിഷയമല്ലേ? അല്ലെ, കേവല രാഷ്ട്രീയ പ്രശ്നം എന്ന നിലക്ക് ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ മുസ്ലിം ലീഗായാലും കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും അതിനെ കേവല രാഷ്ട്രീയ വിഷയമായി മാത്രമേ പരിശോധിക്കുന്നുള്ളൂ എന്നതാണ് നമ്മൾ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ല അത് പരിഗണിക്കേണ്ടതെന്നാണ് പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൻ്റെ പ്രതിഫലനം ചിലപ്പോൾ വിവിധ പാർട്ടികളിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അരുണനങ്ങൾ ഉണ്ടാക്കിയേക്കാം. പക്ഷേ പ്രശ്നം എന്താണ്? പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് പോലീസ് വകുപ്പ് എന്ന് പറയുന്നത്, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കൂട്ടുകാരാണ് എന്ന് പറയപ്പെടുന്നത്, കൊല്ലിക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ് എന്ന് പറയുന്നത്, അതേപോലെ രാഷ്ട്രീയ കൂട്ടുകച്ചവടത്തിന് പിമ്പുകളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്നത്. ഇതെല്ലാം വളരെ അപകടകരമായ, ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അപായകരമായ സൂചനകൾ നൽകുന്ന ഒരു പ്രശ്നമാണ്. അതിനെ ആ ഗൗരവത്തിൽ എന്താണ് ഇവരെ ആരും ചർച്ച ചെയ്യാത്തത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് നമ്മളോട് എപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കണമെങ്കിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ പരിശോധിക്കുക, അതിൻ്റെ ചരിത്രം പരിശോധിക്കുക. മുഖ്യമന്ത്രി നമ്മുടെ സമൂഹത്തിനോടും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞ ഒരു വാചകം ഇതാണ്: പോലീസിൻ്റെ മുഖമാണ് സർക്കാരിൻ്റെ മുഖമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോലീസിൻ്റെ മുഖമാണ് സർക്കാരിൻ്റെ മുഖമെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലീസ് ഏറ്റവും ഭംഗിയായിട്ടുള്ള പ്രവർത്തിച്ച്, നീതിപൂർവമായിട്ട് ധാർമ്മികമായി പ്രവർത്തിച്ച് ഈ സർക്കാരിനെ മികച്ച സർക്കാരായിട്ട് മാറ്റി തീർക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന സൂചന ആയിരിക്കണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ നമ്മളെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ അനുഭവം എന്താണ്? നമ്മുടെ അനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയെയും നിരന്തരമായിട്ട് അപഹാസ്യപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യുന്നൊരു സംവിധാനമായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള ധാർമ്മികതയും നീതിബോധവുമില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അവർ സംരക്ഷിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും അതേപോലെ തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും പ്രശ്നങ്ങൾ അവർ പരിഹരിക്കുന്നുണ്ടാവും. വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബൈക്ക് യാത്രികൻ അവൻ ഹെൽമെറ്റ് വെച്ചില്ല എങ്കിൽ പോലീസ് തടഞ്ഞു നിർത്തുന്നു, അവനോട് മോശമായി പെരുമാറുന്നു. ചില പ്രത്യേക മുഹൂർത്തങ്ങളിൽ അവൻ്റെ തലക്ക് ഹെൽമെറ്റ് തന്നെ അയച്ച് പോലീസ് അടിക്കുന്നു, അവൻ്റെ ചെകിടടിച്ച് പൊട്ടിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന പോലീസിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കറുത്ത കൊടി, ഒരു മരിച്ച മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ നാട്ടിയിരുന്ന കറുത്ത കൊടി എടുത്തുകൊണ്ട് പോകുന്ന പോലീസ്. അതെന്ത് പോലീസാണെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആ പോലീസ് സമൂഹത്തിന് നൽകുന്നതായിട്ടുള്ള സന്ദേശം? അങ്ങനെ പോലീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ജോലിയും പോലീസ് ചെയ്യാതിരിക്കുകയും എന്നാൽ പോലീസ് പലതരത്തിലുള്ളതായിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളുടെ ഭാഗമായി തീരുകയും ബിസിനസ്സുകാരെ പോലെ പ്രവർത്തിക്കുകയും അവർ ആ ബിസിനസ്സിൽ നിന്ന് അമിതമായി പണമുണ്ടാക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ആ കാഴ്ചയ്ക്ക് എല്ലാവിധമായിട്ടുള്ള നേതൃത്വം നൽകുന്ന, അതിന് എല്ലാവിധമായിട്ടുള്ള സഹായം ചെയ്യുന്ന ഒരാളാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന ആരോപണമാണ് നമ്മുടെ സമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നത്. ആ നിരന്തരമായി നിൽക്കുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട്, പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആരോപണം വന്നാൽ, അങ്ങനത്തെ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തെ പരിശോധിക്കാനും അതിൽ തെറ്റുണ്ടോ എന്ന് പരിശോധിക്കാനും തിരുത്താനുമാണ് യഥാർത്ഥത്തിൽ പാർട്ടി തയ്യാറാവേണ്ടത്. പാർട്ടി അങ്ങനെ തയ്യാറാകുന്നില്ലെങ്കിൽ പാർട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ അഭിലാഷ്, പാർട്ടിക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്? പാർട്ടി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ ഇച്ഛയെയും താല്പര്യത്തിനെയും നിലനിർത്തുന്ന ഒന്നായിരിക്കണം പാർട്ടി എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് പാർട്ടി സംഘടനയിലേക്ക് ഒതുങ്ങുന്ന സമയത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഈ പാർട്ടിക്കകത്ത് കിടക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിക്ക് പകരം സംഘടന, സംഘടനയ്ക്ക് പകരം സെക്രട്ടേറിയറ്റ്, സെക്രട്ടേറിയറ്റ് പകരം സെക്രട്ടറി, അവസാനം അത് പഴയ കാലത്തെ സെക്രട്ടറി, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന തരത്തിലേക്ക് വരുന്ന സമയത്ത് അത് സ്വേച്ഛാധിപത്യത്തിന്റെ രീതിയിലേക്ക് പോകുന്നതായിട്ടുള്ള സംഘടനാ സംവിധാനത്തിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നമാണ് ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുമ്പോഴാണ് സമൂഹത്തിന് ഏറ്റുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പരിക്കുകളുടെ പ്രശ്നങ്ങളെ യഥാർത്ഥത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ട് വരുന്നത്. അതിലേക്ക് പോകുന്നില്ല ഒരു ചർച്ച. അതിന് പകരമായിട്ട് വളരെ ഉപരിപ്ലവമായിട്ടുള്ള സൂപ്പർഫിഷ്യൽ എന്ന് വിശേഷിക്കും. അതാണ് പ്രശ്നം. ശരി, കൃത്യമാണത്. ശ്രീ റെജി ലൂക്കോസ്, മുഖ്യമന്ത്രിയെ തന്നെയും വിമർശിച്ചിരുന്നു 29 വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച്. അൻവർ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഉയർന്നിട്ടുള്ള പ്രതിപക്ഷം ഉപയോഗിക്കുന്ന വലിയൊരു രാഷ്ട്രീയ ആരോപണമുണ്ട്. അത് ADGP MR അജിത് കുമാറും RSSും തമ്മിൽ എന്താണ്? CPMും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും RSSും തമ്മിലുള്ള പാലമാണോ ഇദ്ദേഹം എന്നുള്ളതാണ്. ആ ചോദ്യത്തിന് വളരെ സ്പെസിഫിക്കായി എന്തുകൊണ്ടാണ് ഒരു ഉത്തരം കിട്ടാത്തത്? ഞങ്ങൾക്ക് RSSുമായുള്ളത് ശത്രുതയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് വിശദീകരിച്ചു. അതിനപ്പുറത്ത് ഇവിടെ VD സതീശൻ ആരോപിച്ചതുപോലെ MR അജിത് കുമാർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ തൃശ്ശൂർ വരെ പോയി. ആ വാഹനം ഒരു ഹോട്ടലിൽ ഇട്ടതിന് ശേഷം പാറമേക്കാവിൽ പോയി ദത്താത്രേയ ഹൊസബലയെ കണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് എന്തുകൊണ്ടാണ് നമുക്ക് ഉത്തരം കിട്ടാത്തത്? ദത്താത്രേയ ഹൊസബലെ RSSന്റെ സർക്കാര്യവാഹാണ്. സർസംഘചാലക കഴിഞ്ഞാൽ RSSന്റെ സംഘടനാ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ. അതായത് മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ RSSന്റെ ഏറ്റവും വലിയ നേതാവാണ് ദത്താത്രേയ ഹൊസബലെ. അദ്ദേഹവുമായി എന്താണ് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ ADGPക്ക് വർത്തമാനം പറയാനുള്ളത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? ശ്രീ റെജി ലൂക്കോസ്, താങ്കളോടാണ്. ശ്രീ റെജി ലൂക്കോസിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ പ്രതിപക്ഷം ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നു, അതിനെ RSS നിഷേധിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഈ കാര്യം ആലോപിക്കുന്നതിൽ യുക്തിഭംഗമുണ്ട്. കാരണം ത്രികോണ മത്സരം നടന്നപ്പോൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ വോട്ട് ശോഷണം സംഭവിച്ചത് UDFനാണ്. UDFും LDFും NDAയുമാണ് തൃശ്ശൂരിൽ മത്സരിച്ചത്. അതിൽ NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. കഴിഞ്ഞ തവണ 2019 TN പ്രതാപൻ മത്സരിച്ചതിനേക്കാൾ 86,000 വോട്ടാണ് K മുരളീധരന് കിട്ടിയിട്ടുള്ളത്. കുറഞ്ഞുപോയി 86,000. അതേസമയം CPIയുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് തൊട്ട് മുമ്പത്തെ 2019 അപേക്ഷിച്ച് രാജാജി മാത്യു തോമസ് മത്സരിച്ച സാഹചര്യത്തെക്കാൾ വോട്ട് കൂടുകയാണ്. 16,000-ഓളം വോട്ട് കൂടി. അപ്പൊ പിന്നെ നിങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ട് സുരേഷ് ഗോപി ജയിച്ചതിനെ RSSും CPMും തമ്മിലുള്ള ഡീലാണെന്ന് പറയുന്നത് എങ്ങനെയാണ് യുക്തിഭദ്രമാവുക? അല്ല, കഴിഞ്ഞ തവണ പ്രതാപൻ മത്സരിച്ച് വിജയിക്കുമ്പോൾ കേരള കോൺഗ്രസ് M UDFിലായിരുന്നു. മുരളീധരൻ മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസ് M എവിടെയാണ്? ഇടതുപക്ഷത്താണ്. ഇരിഞ്ഞാലക്കുട പോലുള്ള പഴയ നമ്പാടൻ മാഷൊക്കെ വിജയിച്ച് വരുന്ന അത്യാവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ, ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണി മാറ്റം ഒരു കക്ഷി നടത്തിയത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടും. എന്നാൽ അതേ സമയത്ത് CPMന് എത്ര അസംബ്ലി മണ്ഡലങ്ങളാണ് പോയതെന്നുള്ളത് നിങ്ങൾ കണക്ക് പരിശോധിക്കുക. പിന്നെ അവിടുത്തെ തൃശ്ശൂരിൽ ഞങ്ങൾ പറയുന്ന കാര്യം, അതായത് അന്ന് പകല് മുഴുവൻ തൃശ്ശൂരിൽ K മുരളീധരനുണ്ട്, സുനിൽകുമാറുണ്ട്. രാത്രിയാണ് പെട്ടെന്ന് പോലീസ് അവിടെ റോഡുകൾ ബന്ദ് ചെയ്യുന്നു, വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പെട്ടെന്ന് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപിയും BJPയുടെ നേതാക്കളും വന്നിറങ്ങുന്നു. അവിടുത്തുകാരായ മുരളിക്കും സുനിൽകുമാറിനും ഒന്നും ഇത് ബ്ലോക്കാക്കുന്ന വിവരം നേരത്തെ കിട്ടുന്നില്ല. മാത്രമല്ല, പോലീസിൻ്റെ അകമ്പടിയിൽ വരുന്നത് അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്താണ്, ഗതാഗതം സ്തംഭിപ്പിച്ചതാണ്. ആ സ്തംഭിപ്പിച്ചത് BJP നേതാക്കൾക്ക് വേണ്ടി പോലീസ് വന്ന് തുറന്നു കൊടുക്കുകയാണ്. ഇതിനെന്താ വിളിക്കേണ്ടത്? മാത്രമല്ല, ഇപ്പം അപ്പുറത്തെ ഭരണകക്ഷി വിളിച്ചു പറയുന്നു ഇത് ഇങ്ങനെയൊരു ഡീലാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ,
പിന്നെ BJPയുമായി ബന്ധപ്പെട്ട് ഒന്ന്, കേന്ദ്രത്തിൻ്റെ കീഴിലാണ് കസ്റ്റംസ്. കേരള പോലീസും കസ്റ്റംസും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധം ആരുണ്ടാക്കി? കസ്റ്റംസ് വെറുതെ വിടുന്നു, പോലീസ് പുറത്തുനിന്ന് പിടിക്കുന്നു. ഞാൻ സുഹൃത്ത് ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഈ വിഷയം മലപ്പുറം ജില്ലക്കും ഒരു പ്രത്യേക സമുദായത്തിനും ഉണ്ടാക്കിയ പരിക്ക് ചില്ലറയല്ല. കഴിഞ്ഞ 3.5 വർഷത്തെ നാഷണൽ മീഡിയ മുഴുവൻ എടുത്ത് പരിശോധിക്കണം. ആ നാഷണൽ മീഡിയയിൽ പറയുന്നു, ഇന്ത്യയിൽ ഇത്രയധികം ക്രൈം നടക്കുന്ന വേറെ ജില്ലയില്ല മലപ്പുറം. ഇന്ത്യയിൽ ഇത്രയധികം കാപ്പ കേസ് ചുമത്തപ്പെട്ട സ്റ്റേറ്റ് ഇല്ല മലപ്പുറം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്ന ജില്ല മലപ്പുറം, കരിപ്പൂർ. ഇങ്ങനെ അപ്പം അത് എന്തുകൊണ്ട്? എന്നിട്ട് ഒരു പേരുണ്ട്, ഈ സ്വർണ്ണമൊക്കെ പോകുന്നത് മലദ്വാർ ഗോൾഡിലേക്കാണ്. ഈ അധിക്ഷേപം പോകുന്നത് എവിടേക്കാണ്? പോലീസിലെ ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടം കസ്റ്റംസുമായി ബന്ധപ്പെട്ട് അഖില ലോക എന്താ പറയുക, അൻവർ പറഞ്ഞ അധോലോകത്തിനപ്പുറമായി കഴിഞ്ഞ 3-4 കൊല്ലമായി കോടികൾ വാരിക്കൂട്ടുകയാണ്. പക്ഷേ മറ്റൊരു സമൂഹത്തെ മുഴുവനും മുൾമുനയിലും ആശങ്കയിലുമാക്കാണ്. എന്താണ് ഈ ജില്ലയിൽ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് മനസ്സിലായില്ല. അപ്പോഴല്ല ഓരോ കേസും ഇങ്ങനെ പൊത്തി. ഞങ്ങൾ ഈ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രശ്നമാണ് ഞങ്ങൾ ഓൺ ചെയ്തത്. അജിത് കുമാറിൻ്റെത് അൻവർ ഉന്നയിച്ചതാണ്. അൻവർ ഉന്നയിച്ചപ്പോൾ വളരെ ഭയാനകരമായ ഒരു സംഗതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പൊ അത് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി യാഥാർത്ഥ്യം. ഇപ്പൊ അതാക്കുന്ന സാജിസ്കറിയുടെ കാര്യം അദ്ദേഹം പറയുന്നു. അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വസ്തുതയാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ഇപ്പൊ താങ്കൾ തന്നെ ഉദാഹരിച്ച കാര്യം, ഷാജൻ സ്കറിയ 2 കോടി ADGPക്ക് കൊടുത്തു. അതുകൊണ്ട് കേരള പോലീസിന്റെ നീക്കങ്ങൾ മുഴുവൻ ഷാജൻ സ്കറിയക്ക് അൻവർ ചോർത്തി കൊടുത്തു. ഇതിപ്പോ പ്രതിപക്ഷ നേതാവും അവിടെ തിരുവനന്തപുരത്ത് ആഞ്ഞടിച്ച് സംസാരിച്ച കാര്യമാണ്. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിനു വി ജോൺ ADGPയെ ബന്ധപ്പെട്ട ഒരു കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിച്ചു, വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ 100,000 കാര്യങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട്. സ്വർണം ഇതാക്കി, ഇതൊക്കെ വിശ്വസനീയമായ ആരോപണം. ഒരു മിനിറ്റ്, അല്ലല്ല ഞാനൊന്ന് പറയാം. സാജൻ സ്കറിയ കേസിൽ ഈ SP സുജിത് ദാസുമായുള്ള വാട്സപ്പ് ചാറ്റ് കൺസർവേഷനിൽ അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്. ആര്? സുജിത് ദാസിനോട് അൻവർ ചോദിക്കുന്നുണ്ട്. സാജൻ സ്കറിയ കേസിൽ പോലീസ് സേനയുടെ വയർലെസ് അത് ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. പക്ഷെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നില്ല. ചുമത്താനായി ലോ ഡിപ്പാർട്ട്മെന്റ് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടും ചുമത്തുന്നില്ല. 2 കോടി രൂപ ഓഫർ ചെയ്തിട്ട് അതിൽ 1.5 കോടി രൂപ കൊടുത്തു. 50 ലക്ഷം കിട്ടാൻ ബാക്കിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ കേസ് ഒന്ന് നമ്മൾ പോകണം. വയർലെസ് ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ അറിയണം. ഇല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കണം. അല്ലെങ്കിൽ ഈ അൻവറിനെതിരെ സാജൻ സ്കറിയ ഒരു കേസ് കൊടുക്കട്ടെ. എന്നെക്കുറിച്ച് ഇല്ലാത്ത അപരാധം പറഞ്ഞു കൊടുത്തോ? അതുമില്ല. ഇവിടെ പലതും കാത്തിരിക്കുകയാണ് പുറത്തേക്ക് വരാൻ. അപ്പൊ അതുകൊണ്ട് സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ 3.5 കൊല്ലമായി പറയുന്നതാണ്. ഇപ്പം അൻവർ പറഞ്ഞതുകൊണ്ട് അതിന് വലിയ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടി. അക്കാര്യത്തിൽ ഞാൻ അൻവറിനെ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ആ സുജിത് ദാസിന് ഒരു സസ്പെൻഷനിൽ വന്നല്ലോ. അതേപോലെ തന്നെ മാമി കേസ് CBIക്ക് വിട്ടു. ഇനി അങ്ങനെ ഓരോന്ന് വരട്ടെ. വരുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കാം. മറ്റു കേസുകളൊക്കെ അൻവർ ഉയർത്തിയതാണ്. സസ്പെൻഡ് ചെയ്യിക്കാനെങ്കിലും അൻവറിന്റെ പോരാട്ടത്തിന് കഴിഞ്ഞല്ലോ എന്ന ആശ്വാസം. സുജിത് ദാസിനെ കുറിച്ച് കുറെ പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഓഡിയോ കേട്ടാൽ ഒരു ചെറുപ്പക്കാരനായ IPS ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഞാൻ DGP ആകും, അതുവരെയും എന്റെ സേവനം, എന്റെ അങ്ങേയറ്റം താഴ്മയായ സേവനം താങ്കൾക്കുണ്ടാവുമെന്നൊക്കെ ഒരു IPS ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ജനങ്ങൾ തലയിൽ കൈവച്ചു പോയതാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ല. ശ്രീ റെജി ലൂക്കോസ് നേരത്തെ ചോദിച്ച ചോദ്യം ഞാൻ താങ്കളോട് നേരത്തെ ചോദിക്കാൻ ശ്രമിച്ചത്, തൃശൂർ പൂരം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ നോക്കൂ. എങ്ങനെയാണ് ദത്താത്രേയ ഹൊസബലെ എന്ന RSSന്റെ സർക്കാര്യവാഹിനെ സംസ്ഥാനത്തിന്റെ ADGP സന്ദർശിച്ചൊരു ചർച്ച നടത്തുക? അത് രാഷ്ട്രീയ ചർച്ചയാണെന്ന് പ്രതിപക്ഷം പറയുന്നു. അത് പ്രതിപക്ഷം അങ്ങനെ ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഉറപ്പുണ്ടോ? എൻ്റെ ADGP, ഞാൻ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ നോക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ADGP അങ്ങനെ തൃശ്ശൂരിൽ പോയി RSSന്റെ സർക്കാര്യവാഹിനെ കണ്ടിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല എന്ന ഉറപ്പ് മുഖ്യമന്ത്രിക്കുണ്ടോ? എന്തായാലും CPM-വുമായി ബന്ധപ്പെട്ട ആരും അങ്ങനെ ഒരു ഉറപ്പ് പറയുന്നത് ഞാൻ കേട്ടില്ല. അല്ല അഭിലാഷ്, അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ദത്താത്രേയ ഹൊസബലെ സന്ദർശിച്ചിട്ടുള്ള ആരോപണ ഇന്നലെയും ഇന്നുമായിട്ട് പത്രസമ്മേളനോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്. അദ്ദേഹം ഗോൾവാക്കറുടെ ചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ച് അദ്ദേഹം ഗോൾവാക്കറെ, RSSന്റെ ആചാര്യനായ ഗോൾവാക്കറെ പാടിപ്പുകഴ്ത്തിയ ചിത്രങ്ങൾ സഹിതം നമ്മുടെ മുമ്പിലുണ്ട്. 2011 അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹത്തിന് തോന്നൽ അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാരമ്പര്യമായിരിക്കാം. തലയിൽ മുണ്ടിട്ടുണ്ട്. ഇന്നലെ അവരുടെ കോട്ടയം MLA അവരുടെ ഏറ്റവും വലിയ, അതായത് അവരുടെ ഇപ്പൊ ഒരു ആത്മീയ ആചാര്യന്റെ സ്ഥാനത്താണ്
നമ്മുടെ ഗവർണറെ പാടിപ്പൊടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇനിയും തുടരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേന്ദ്രത്തിൽ പിന്നെ RSS അല്ല BJPയുടെ കൂടെ ഈ ഇന്ത്യയിൽ പിന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിടിയാടായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ RSSന്റെയും പിന്നെ സംഘപരിവാറിന്റെ ആശയങ്ങൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പോലും പടർത്താൻ ശ്രമിക്കുന്ന ആളെ അദ്ദേഹം പുകഴ്ത്തി സംസാരിച്ചിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരുടെ പുകഴ്ത്താതെയോ എന്നുള്ളത് രാഷ്ട്രീയമായി ചർച്ച ചെയ്യാം. ശ്രീ റെജി ലൂക്കോസ്, പി വി അൻവർ ഇയാൾ സംഘപരിവാർ ചാരനാണ് എന്നാരോപിക്കാൻ 2 ഉദാഹരണങ്ങൾ നൽകി. ഒന്ന്, സുരേഷ് ഗോപിയോട് അദ്ദേഹം സംസാരിച്ച കാര്യം. 2, ഈ തൃശൂർ പൂരം കലക്കിയ കാര്യം. ഇത് പി വി അൻവർ, താങ്കളുടെ ആരാധനാ കഥാപാത്രമായ പി വി അൻവർ ഉന്നയിച്ച ആരോപണമാണ്. ADGP MR അജിത് കുമാർ RSSന്റെ അവരുടെ തിട്ടൂരമനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് പി വി അൻവർ ആരോപിച്ചു. ഒന്നാമത്തെ കാര്യം. 2, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ തൃശ്ശൂരിലെ പാറമേക്കാവിൽ നടന്ന കൂടിക്കാഴ്ചയെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന ഉറപ്പ് താങ്കൾക്കുണ്ടോ, അല്ലെങ്കിൽ CPM-നുണ്ടോ? അല്ല, ഞങ്ങള് ഇടതുപക്ഷക്കാർ ആരെ ആരാധിക്കാറില്ല, ഞങ്ങൾ ബഹുമാനിക്കാറും സ്നേഹിക്കാറുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. അതിപ്പോ അഭിലാഷനെ ഞങ്ങൾ സ്നേഹിക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. അതിനിപ്പോ ഉത്തരത്തിലേക്ക് വരാം. അതായത് ഇവിടെ ആരോപിച്ചിരിക്കുന്ന ആരോപണത്തിന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ അല്ലെ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായ രീതിയിൽ പത്രക്കാർക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അസംബന്ധമായ ആരോപണം എന്ന് പറഞ്ഞു വരും. കാരണം എന്തുകൊണ്ടാ അദ്ദേഹം പറഞ്ഞതാണ്? അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അസംബന്ധമായ ആരോപണം എന്ന് പറയുന്നത് CPM-ഉം RSS-ഉം തമ്മിലുള്ള ഡീലിനെ കുറിച്ചാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഡീലില്ല, അത് അസംബന്ധമാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ ADGP പോയി കണ്ട കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. പോയി കണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് MV ഗോവിന്ദൻ അറിയുക? അല്ല അഭിലാഷ്, അതിന് വളരെ വ്യക്തമായ മറുപടിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ ബഹുമാനപ്പെട്ട LDF കൺവീനർ പരസ്യമായിട്ട് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ VD സതീശൻ അതിന്റെ തെളിവ് പുറത്തുവിട്ടെ. അങ്ങനെ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും കഥ നനഞ്ഞിട്ടുണ്ടോ? അതിനൊക്കെ മറുപടി അറിയാൻ പറ്റും. ശരി, അന്തരീക്ഷത്തിൽ നിന്ന് ശരി. ഓക്കെ, ഞാൻ ശ്രീ ശംഖുവിലേക്ക് വരുന്നുണ്ട്. പക്ഷേ NM പിയേഴ്സൺ, ഞാനത് പൂർത്തിരിക്കട്ടെ, എനിക്ക് ആ പടം സമയം കുറച്ചേ കിട്ടിയുള്ളൂ. അദ്ദേഹം തെളിവ് പുറത്തുവിട്ടിട്ട് ആരെങ്കിലും നിഷേധിച്ചാൽ തെളിവ് പുറത്തുവിടുമെന്നുള്ളതാണ് VD സതീശന്റെ നിലപാട്. ഞാൻ വരാം, അങ്ങയിലേക്ക് ഞാൻ വരാം, സമയമുണ്ടല്ലോ നമുക്ക്. പക്ഷേ NM പിയേഴ്സൺ, അങ്ങനത്തെ ഒരു ഡീലിന് ഇപ്പോ RSS-ഉം CPM-ഉം ബദ്ധവൈരികളാണ്. നമുക്കറിയാം, ഐഡിയോളജിക്കലി 2 വിഭാഗങ്ങളും ഓപ്പോസിറ്റ് ആണ്. ഇപ്പൊ കോൺഗ്രസ് അവരുടെ രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം RSS-ന്റെ പ്രത്യയശാസ്ത്ര എതിരാളിയാണ്. അപ്പൊ അവര് തമ്മിൽ ഇപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കുക എന്നുള്ളത് സംഭവ്യമാണോ? അല്ല, അങ്ങനെ ഡീൽ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള കോമൺ സെൻസ്, അല്ലെ എൻ്റെ യുക്തി അതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. VD സതീശൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി എന്താണ്? ആരെങ്കിലും നിഷേധിച്ചാൽ തെളിവ് തരാം എന്നല്ല ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം കോടതിയുടെ മുന്നിൽ എത്തിക്കണം, ആ തെളിവ് വ്യക്തമാക്കണം. ഈ ഞഞ്ഞാവിൻ്റെ വർത്തമാനം പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയക്കാരെ അടിച്ചോടിക്കാനായിട്ട് കേരളത്തിന് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് കഴിയുള്ളൂ. ഇവരെന്തിനാണ് തെളിവ് പൂഴ്ത്തി വെക്കുന്നത്? തെളിവുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരട്ടെ. കാരണം ഈ CPM എന്ന് പറയുന്നതായിട്ടുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു മരണ കാരണമായിട്ട് മാറിത്തരില്ലേ ചെയ്താൽ? അവരതല്ലേ ചെയ്യേണ്ടത്? അതായത് ചെയ്യാണ്ട് പ്രസംഗിക്കാൻ മാത്രം ഇതൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഒരു ഡീലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ജനങ്ങളെ പറ്റിക്കുന്ന പ്രക്രിയയിൽ നിന്ന് മാറുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് സതീശൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും പൊതുവായിട്ടുള്ള സ്വഭാവം ഇതാണ്. അവർക്ക് അവരുടെ പ്രസംഗവേദികളിൽ മാത്രം പ്രസംഗിച്ച് ജയിച്ചാൽ മതി, അല്ലെങ്കിൽ നിയമസഭയിൽ ജയിച്ചാൽ മതി. സംസാരിച്ച് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന ഒരു രാഷ്ട്രീയ കേരളമായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്നതായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ സ്വഭാവം എന്താണ്? പാർട്ടിയുടെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഗോഡ് ഫാദറായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഒരു ഡോൺ നേതാവായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പി ശശിയെ പോലെയുള്ള പാർട്ടി തള്ളിയ, പാർട്ടിയുടെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾ എതിർത്ത ഒരാളെ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടതായിട്ടുള്ള സ്ഥാനങ്ങളിൽ കൊണ്ടുവരുത്തിയിരിക്കുന്നത്. ഇതിക്ക് മുമ്പ് അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് MV ജയരാജൻ, അദ്ദേഹം രാവിലെയും വൈകുന്നേരം വരെ അവിടെ വരുന്ന മുഴുവൻ ആളെയും കേൾക്കുമായിരുന്നു. അവർ പറയുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ചിലപ്പോൾ അത് നടപ്പിലാക്കും, ചിലപ്പോൾ നടപ്പിലാക്കില്ല. പക്ഷെ നടക്കുകയില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓരോരുത്തരും അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആ രീതിയെല്ലാം പോയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും തെമ്മാടികൾക്കും മാത്രം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സംവിധാനമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ടെന്ന് എത്ര കാലമായിട്ടാണ് ആരോപണങ്ങൾ ഉയരുന്നത്? ആ ആരോപണത്തിനെ എന്തുകൊണ്ട് നിഷേധിക്കുന്നില്ല? എന്തുകൊണ്ട് അതിന് മുന്നിൽ നെഞ്ചുരിച്ച് നിൽക്കുന്നില്ല? എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവർ യഥാർത്ഥത്തിൽ? അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അത് കാണിക്കാനായിട്ടുള്ള നെഞ്ചുക്കാണ് കാണിക്കേണ്ടത്. അത് ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി യഥാർത്ഥത്തിൽ കാണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, കമ്മ്യൂണിസ്റ്റുകാരൻ കമ്മ്യൂണിസ്റ്റ് ബോധം കാണിക്കണമെന്ന് പറയുമ്പോൾ ശ്രീ ശങ്കുട്ടിദാസ്, RSSന്റെ പാറമേക്കാവിലെ വിദ്യാമന്ദിറിൽ നടന്ന 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന പരിപാടിയെക്കുറിച്ചാണ് ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു
ക്രമസമാധാന ചുമതലയുള്ള ADGP-യുമായി RSSന്റെ സർക്കാർ കാര്യവാഹ ചർച്ച നടത്തിയില്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചതിന് പ്രതിപക്ഷ നേതാവിനെതിരെ നിങ്ങൾക്കും നിയമ നടപടി സ്വീകരിക്കാമല്ലോ. ഇതിപ്പോ സംസ്ഥാന ഭരണത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പോലീസിനെ റിമോട്ട് കൺട്രോൾ കൊണ്ട് കേരളത്തിൽ ഒരു MLA പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനം നിയന്ത്രിക്കുന്നു എന്ന പ്രതീതിയാണല്ലോ പുറത്തേക്ക് വരുന്നത്. പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടണമെന്ന് നിങ്ങൾ വെല്ലുവിളിക്കുമോ? ആരെങ്കിലും വെല്ലുവിളിച്ച തെളിവ് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാനിതാ ഈ ചർച്ചയിൽ വെല്ലുവിളിച്ചിരിക്കുന്നു. ശ്രീമാൻ VD സതീശനെ ഞാനിതാ വെല്ലുവിളിക്കുന്നു. അങ്ങയുടെ കയ്യിൽ അതിനുമായി ബന്ധപ്പെട്ട തെളിവുണ്ടെങ്കിൽ അങ്ങത് പുറത്തുവിടേണ്ടതാണ്. RSS ഈ വാർത്ത നിഷേധിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതിൽ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ഇതിലെന്താണ് അപകീർത്തികരമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കാൻ ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. സംസ്ഥാനത്തെ ADGP ദത്താത്രേയ ഹൊസബളയെ കണ്ടു എന്ന് പറയുന്നത് RSSനോ ദത്താത്രേയ ഹൊസബളയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഡിഫമേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമ നടപടിയൊന്നും സാധ്യമല്ല. ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ്. രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. വെല്ലുവിളിച്ചാൽ തെളിയിക്കാൻ എന്നാണ് അദ്ദേഹത്തിന്റെ വാദമെങ്കിൽ ഞാനിതാ വെല്ലുവിളിച്ചിരിക്കുന്നു. അദ്ദേഹം തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന എന്താണ് ഈ RSSന്റെ ഈ പറയുന്ന ഇവരെ കണ്ടു എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ കണ്ടു എന്ന് പറയുന്ന കാര്യം. സുരേഷ് ഗോപിയെ കണ്ടു എന്ന് പറയുന്ന കാര്യം ആരാണ് ഉന്നയിച്ചിട്ടുള്ളത്? PV അൻവറാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു, PV അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പലതും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ മുൻ ആരോപണങ്ങളുടെ സ്വഭാവം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു VD സതീശൻ നിയമസഭയിലല്ലേ VD സതീശൻ ബാംഗ്ലൂരിൽ നിന്ന് മത്സ്യം കൊണ്ടുവരുന്ന ലോറികളിൽ 150 കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നുവെന്ന് PV അൻവർ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിന്റെ സ്ഥിതി ഇപ്പൊ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് എന്താ നടന്നിട്ടുള്ളത്? അപ്പൊ ഇതേപോലെ മൂപ്പര് പിന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതി കേരളത്തിൽ ജപ്പാൻ സ്പോൺസർ ചെയ്തത് ഇവിടെ നിന്ന് മഴമേഘങ്ങൾ ജപ്പാനിലേക്ക് പോയിട്ട് അവിടെ മഴ കിട്ടാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നതിന് അത്ര ഗൗരവമേ ഉള്ളൂ. ഞാൻ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഞാൻ BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ സ്റ്റേറ്റ് കൺവീനറാണ്. ഞാൻ 7 ദിവസം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പ്രൈമറി ആയിട്ടുള്ള ഫൈറ്റ് BJPയും CPIയും തമ്മിലായിരുന്നു. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് വരുമെന്നുള്ള കാര്യം അവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ആരാണ് അവിടെ? VS സുനിൽകുമാറുമായിട്ടാണ് പ്രധാനമായിട്ടും സുരേഷ് ഗോപി മത്സരിച്ചത്. ഏതെങ്കിലും നിലയിലുള്ള ആനുകൂല്യം ആരെങ്കിലും നിന്ന് കൈപ്പറ്റിയിട്ടല്ല, സ്വന്തം പ്രവർത്തന മികവ് കൊണ്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവിന്റെ ജനപ്രിയത കൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് BJP ജയിച്ചത്. അവിടെ ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുള്ളൊരു വിജയത്തെ ഇങ്ങനെ ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ടോ എന്താ പറയുക ഡീല് കൊണ്ടോ ഒക്കെ ആണെന്ന് വരുത്തി തീർക്കാനുള്ള ഇത്തരം ശ്രമങ്ങളൊന്നും അവിടെ ഈ കാര്യവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആളുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അൻവറിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുജിത് ദാസിനെ പുറത്താക്കിയെന്ന് പറയുന്നത് യാതൊരു ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണ്. കാരണം അൻവറിന്റെ പരാതി സുജിത് ദാസിനെതിരായിരുന്നില്ല. ഇത് എവിടെ നിന്നാണ് ഈ പരാതി തുടങ്ങുന്നത്? അതായത് അൻവറിനെ അറ്റാക്ക് ചെയ്യേണ്ടത് സർക്കാരിനെ തന്നെയാണ്, മുഖ്യമന്ത്രിയെ തന്നെയാണ്, P ശശിയെ തന്നെയാണ്. അതിലേക്കുള്ളൊരു പാലം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോലീസിനെതിരെയുള്ള ആക്രമണം തുറന്നത്. അദ്ദേഹം ആദ്യം ആക്രമിച്ച നിലവിലെ മലപ്പുറം SP ആയിട്ടുള്ള ശശിധരനെയാണ്. അതൊരു പോലീസുകാരുടെ അസോസിയേഷന്റെ യോഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വരാൻ വൈകിയെന്നും അദ്ദേഹം തന്റെ റിസോർട്ടിൽ നിന്ന് കളവ് പോയിട്ടുള്ള സാധനങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണ്ട പോലെ നടത്തിയില്ല എന്നും പറഞ്ഞിട്ട് തുടങ്ങി. അതിനെതിരെ മലയാള മനോരമ പത്രം അവരുടെ മുഖപ്രസംഗം എഴുതുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ സുജിത് ദാസിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടു. ഈ ശശിധരനെതിരെ സുജിത് ദാസ് പറയുന്ന കാര്യങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ ശശിധരനേക്കാൾ കൂടുതൽ എന്താ പറയുക വാർത്താമൂല്യം ഉള്ളതായതുകൊണ്ടും ഒരു IPS ഓഫീസർ പറയാൻ പാടാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുള്ളതുകൊണ്ടും അതിലേക്ക് ചർച്ച പോയി. പിന്നീട് സുജിത് ദാസിനെ താങ്ങിക്കൊണ്ട് അദ്ദേഹം ADGP അജിത് കുമാറിനെതിരെ, പിന്നീട് P ശശിക്കെതിരെ. അതല്ലാണ്ട് സുജിത് ദാസ് ഈ പറയുന്ന PV അൻവറിന്റെ ഒരു ശത്രുവേ അല്ല. ആ ചർച്ചയിൽ പോലും അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിക്കുന്നത്. ചർച്ച അവസാന മിനിറ്റിലാണ്. റെജി ലൂക്കോസ്, കുത്തുമ്പോ കൊമ്പനോട് കുത്തണമെന്നാണ് ബാപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അൻവർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോരാട്ടം പാർട്ടിയും മുഖ്യമന്ത്രിയും തള്ളിയതോടുകൂടി അവസാനിപ്പിക്കില്ല. ഒരു ചുവട് മുന്നോട്ട് വെച്ചാലും 2 ചുവട് മുന്നോട്ട് വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അദ്ദേഹം പാർട്ടി വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അഭിലാഷ്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ നിന്നുണ്ടായ കുറെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെച്ചു. അതനുസരിച്ച് അത് നീതിപൂർവ്വമാണെന്നുള്ള ബോധ്യത്തിൽ അന്വേഷണാത്മകമായിട്ട് ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ഇവിടെ ഷാഫി ജാലിയും പറഞ്ഞ ഒന്നിനോട് മറുപടി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ 3 വർഷമായിട്ട് ഈ പ്രശ്നങ്ങൾ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ ഈ മലപ്പുറം ജില്ല അനുഭവിക്കുന്നത് അവർ ഉന്നയിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് ലീഗിനല്ലേ? ഏതാണ്ട് 10 MLA-മാരുള്ളത്. ഇവർ ആരെങ്കിലും 3 വർഷത്തിനടുത്ത് കേരള നിയമസഭയില് ഈ വിഷയത്തെക്കുറിച്ച് ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അവർക്കൊരു ചമ്മലുണ്ട്. അപ്പൊ ശരി, ഓക്കെ, നമുക്ക് അടുത്ത ദിവസം അതിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്റെ 4 പാനലിസ്റ്റുകൾക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.